ഹായ് ഓ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ദിവസമായിട്ട് റെസിപ്പി വീഡിയോ മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഉപ്പ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ രാവിലെ അങ്ങോട്ടേക്ക് പോകും, രാത്രി ആയിരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ പിന്നെ ചെറിയ റെസിപ്പി വീഡിയോസ് മാത്രമായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവരെല്ലാവരും കണ്ടു നോക്കുക. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇതിപ്പോൾ അച്ചുവിൻ്റെ സ്കൂളാണ് കേട്ടോ. അച്ചുവിന് ഇന്ന് പരിപാടിയാണ് സ്കൂളിൽ. വൈകിട്ട് 6:30 കേട്ടോ പരിപാടി തുടങ്ങുന്നത്. പക്ഷേ പരിപാടിക്കുള്ള പോലെ 2 മണിക്ക് കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഇതും കൂടെ സ്കൂളിലേക്ക് വന്നതാണ്. ഇന്നൊരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അച്ചുവിനെ 2 മണിയാകുമ്പോഴേക്ക് സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനീഫ്ക വീട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഫിദും കൂടെയാണ് കേട്ടോ സ്കൂളിലേക്ക് വന്നത്. പിന്നെ ഫിദും ഈ സ്കൂൾ തന്നെയാണ് കേട്ടോ 10th വരെ പഠിച്ചത്. ഇത് ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളാണ്. നിതും 7th വരെ ഇവിടെ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഷീനു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡും ഇവിടെ പഠിച്ചു. പിന്നെ ആ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾ അവരെയൊക്കെ തന്നെ മാറ്റി ചേർത്തിയതായിരുന്നു കേട്ടോ അവളെ. ഇപ്പോൾ അച്ചു മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ. അങ്ങനെ അച്ചുവിനെ ഇവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ ഇൻഷാല്ലാ വൈകുന്നേരം ഒരു മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരണമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കാക്കൻ്റെ 2 മക്കളും ഇവിടെ കേട്ടോ പഠിക്കുന്നത്, അച്ചുവിൻ്റെ കൂടെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഇനിയിപ്പോൾ മഗ്‌രിബിന് ശേഷമാണ് ഇനിയിപ്പോൾ വീഡിയോ എടുത്തത്. ഞങ്ങൾ വന്നപ്പോഴേക്ക് ഏകദേശം പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടിയുടെ മുഴുവൻ വീഡിയോയൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം കുറച്ച് ലോങ് ആയിരുന്നു ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്ലിയറൊന്നുമില്ല സ്റ്റേജിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അവരുടെ പ്രിൻസിപ്പാളിൻ്റെ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടന സെഷനായിരുന്നു കേട്ടോ. പിന്നെ മക്കളെ പരിപാടി നല്ല അടിപൊളി പരിപാടിയായിരുന്നു. പിന്നെ അച്ചുവിൻ്റെത് മാത്രമായിട്ട് അങ്ങനെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ലോങ് ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റേജിലേക്ക് വല്ലാതെ ഒന്നും അങ്ങോട്ട് ക്ലിയർ ഇല്ല കേട്ടോ വീഡിയോ. പക്ഷേ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഏകദേശം ഒരു 9-9:30 ആ സമയമായിരുന്നു അച്ചുവിൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കൊണ്ടാക്കിയപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ കൂട്ടാൻ വന്നാൽ മതിയെന്ന്. കാരണം അവരെ ഡ്രസ്സൊക്കെ അഴിച്ച് പിന്നെ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് അവരെ നമ്മളെ കൂടെ വിടുക. അപ്പോൾ ഏകദേശം ഞങ്ങൾ അച്ചുവിനെ കിട്ടുമ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും അവൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപാടി എപ്പോഴൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് സമയം കൂടിയൊക്കെ അവിടെ നിന്നുള്ളൂ. അച്ചുവിനെ ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവളിവിടെ വന്നതിന് ശേഷം ഡാൻസ് കളിയാണ് കേട്ടോ. മേക്കപ്പൊക്കെ എപ്പോഴും മുഖത്തുണ്ട്, കണ്ണെഴുതിയതും ഒക്കെ മുഖത്തുണ്ട്. ഒന്നും കഴുകിയിട്ടില്ല. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് വേണം അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് സമയം കൂടെ ഒക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പരിപാടി ഏകദേശം ലാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പോകുന്ന സമയത്ത്. പിന്നെ വരുന്ന വഴി ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. കാരണം 10:30-11 മണി തന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ ടൈം. പിന്നെ നിതുവിനോട് അവിടുന്ന് മാവൂരേന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ല ഇന്ന് ഉച്ചക്ക് കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഞാൻ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഷവായും കുബൂസും കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അച്ചുവിന് വേണ്ടാന്ന് പറഞ്ഞു, അവൾ സ്കൂളിൽ നിന്ന് കഴിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. പരിപാടി ഉണ്ടായിരുന്നത് സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, എല്ലാവർക്കും ഒഴിവായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടോ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ പോക്കും പിന്നെ പച്ചുവിൻ്റെ പരിപാടിയൊക്കെ കൂടെ ആയിട്ട്, അപ്പോൾ ഇന്നൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് മാറാല തട്ടി ഒക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഷീനു അച്ചു അവരുടെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്കതൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആ ബെഡ്റൂമിലെ മാറാലൊക്കെ ഒന്ന് തട്ടിയിട്ട് ജനവാതിലൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഇനിയിപ്പോൾ ഡൈനിങ് ഹാളിൽ നമ്മുടെ പാർട്ടീഷന്മേലൊക്കെ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുടച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് പൊടി ഉണ്ടാവും. ഒന്നാമത് വെള്ള കളറും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊടി കാണുമല്ലോ. അങ്ങനെ ഞാനിതാ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പിന്നെ ഈ ബ്ലാക്ക് ചെടിച്ചട്ടിയൊക്കെ ഞാനിപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ തുടച്ചതിന് ശേഷം. അതൊക്കെ ആദ്യം ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷേ ഞാൻ പുറത്തോട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വെച്ചിട്ടുണ്ട്.
പിന്നെ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഈ പാർട്ടീഷനും കൂടെ ഒന്ന് തുടച്ചെടുക്കുകയാണേ. ഇവിടെ പിന്നെ ഇവരുടെ ഈ മൊമെൻറ്റോ ഒക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും കേട്ടോ. എങ്ങനെ തുടച്ചാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തുടച്ചാലൊക്കെ എങ്ങനെ ആയാലും പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ പാർട്ടീഷനും മൊമെൻറ്റോ ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിന്ന് അടിച്ചു വാരുകയാണ് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പേപ്പറും പൊടികളൊക്കെ ഉണ്ട്. കാരണം മാറാലൊക്കെ തട്ടിയാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അനീഫ്ക പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊന്നും വരില്ല. അപ്പോൾ ഞാനിന്ന് വിചാരിച്ചു ഇന്ന് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ കുക്കിങ്ങിനും കൂടെ നിന്നാൽ പിന്നെ നമ്മൾ ക്ഷീണിക്കും ചെയ്യും. അതുപോലെ തന്നെ കൂടുതൽ പണികളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും കൂടുതൽ പണികളുള്ള സമയത്ത് ഞാൻ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അടിച്ചു വാരലും ഇനിയിപ്പം തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി ഫുഡ് മീൻ ഒന്ന് ഫ്രൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അടുക്കളയും കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ മീൻ മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം. പിന്നെ മീൻ പൊരിക്കൽ കഴിഞ്ഞിട്ട് വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ആക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വർക്ക് ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്തുകൊണ്ട് തന്നെ ഫിദു ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല നാടൻ ചോറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇവർക്ക് ഇതാണ് കേട്ടോ ഇഷ്ടം. പുറത്തുനിന്ന് പിന്നെ ഒന്നുകിൽ മന്തി വാങ്ങിക്കും, അല്ലെങ്കിൽ ഇതുപോലെ നാടൻ സാദാ ചോറ് വാങ്ങിക്കും കേട്ടോ. ബിരിയാണി ഒന്നും പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് വലിയൊരു ഇഷ്ടമില്ല. അത്യാവശ്യം 2-3 സൈസ് ഉപ്പേരികൾ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാറും മീൻ കറിയും അത്രയായിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ കുളിച്ച് ഒക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നത്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് രാത്രിയാണ്. ഏകദേശം മഗ്‌രിബ് കഴിഞ്ഞ് ഒക്കെ വന്നതിൻ്റെ ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ. രാത്രി ഇന്ന് ചപ്പാത്തി മീൻകറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മീൻ മുളകിട്ടെടുക്കുകയാണ് കേട്ടോ. ഞാനിതിന് മുമ്പേ ഒരു മീൻ മുളകുന്ന റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഉലുവ പൊട്ടിച്ച് അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുമ്പോൾ അതിലേക്ക് 3 തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു, നല്ല പഴുത്ത തക്കാളി. ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടിക്കോളും. അതൊന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള തക്കാളിയുടെയും സവാളയുടെയും മിക്സിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ പച്ചമണം ഒന്ന് മാറി വരണം. ആ സമയം നമ്മുടെ മിക്സിയുടെ ജാറത്തൊന്ന് ചൂടാറിയപ്പോൾ ഞാൻ അതും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ചുടുവെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സില്ലേ സവാളയുടെയും തക്കാളിയുടെയും അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറിക്ക് നല്ല തിക്കായി കിട്ടും കേട്ടോ. ഇങ്ങനെ സവാളയും തക്കാളിയും കൂടെ ഒന്ന് അരച്ചെടുത്താൽ. എന്നിട്ട് അതിലേക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഒരു അളവിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളമൊക്കെ. പിന്നെ അതുപോലെ തന്നെ അതൊന്ന് തിളച്ച് വരുമ്പോൾ ചുടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. തിളച്ചതിന് ശേഷം വേണം മീനിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ടതിന് ശേഷം അപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കാരണം ചെറിയ മത്തിയും അതുപോലെ തന്നെ കോരമീനുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിക്ക് ഞാൻ ഏകദേശം 2 കപ്പ് ആട്ടപ്പൊടിയും 1 കപ്പ് മൈദയായിരുന്നു ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുണ്ട് ഞാൻ അധികം ചപ്പാത്തി ഉണ്ടാക്കുക. ഇനിയിപ്പോൾ മുഴുവനായിട്ടും ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അത് ഞാൻ പൊടി കുഴച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയി. അതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കണം. അങ്ങനെ നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്ക്. അതുപോലെ തന്നെ കറിക്ക് നല്ല തിക്കും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.